അസ്സലാമു അലൈക്കും, വെൽക്കം ടു റാഷിദ് റിയൽ വ്ളോഗ്. ഇന്ന് നമ്മൾ പോകുന്നത് ഖത്തറിൽ ദോഹയിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന ഇൻ്റർനാഷണൽ മ്യൂസിയത്തിലേക്കാണ്. ഈ മ്യൂസിയം 2019 മാർച്ച് 28-നാണ് ഇത് ഓപ്പൺ ചെയ്തത്. ഇതിൻ്റെ ആർക്കിടെക്ചറിൻ്റെ വശം എന്ന് വെച്ചാൽ ഡിസർട്ട് റോസ്, മരുഭൂമിയിലെ റോസാപ്പൂ എന്ന ഒരു ഇതിൽ നിന്നാണ് ഇതിൻ്റെ ആർക്കിടെക്ചർ നിർമ്മിച്ചത്. അതായത് മണലിൽ രൂപാന്തരീകരണം സംഭവിച്ചുണ്ടാകുന്ന ഒരു കല്ലാണത്. അത് ഉപ്പിൻ്റെ ഭാഗം ഉണ്ടാകുമ്പോൾ അത് ക്രിസ്റ്റൽ രൂപത്തിൽ, തലങ്ങളുടെ രൂപത്തിലും അത് വരും. ശരിക്കും മരുഭൂമിയിലെ റോസാപ്പൂ എന്ന രൂപത്തിലാണ് ഇതിൻ്റെ ആർക്കിടെക്ചർ ചെയ്തേക്കുന്നത്. അത് ചെയ്തത് ഫ്രഞ്ച് ആർക്കിടെക്ചറായ ജീൻ നൊവൽ എന്നൊരാളാണ്. ഇന്നത്തെ പ്രത്യേകത മെയ് 17, 18 തീയതികളിൽ ഇൻ്റർനാഷണൽ മ്യൂസിയം ഡേ ആണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 17-ാം തീയതിയാണ്. ഇന്ന് എല്ലാവർക്കും ഇവിടെ ടിക്കറ്റ് ഫ്രീ ആണ്. സാധാരണ ഇതിൻ്റെ ടൈമിങ് വെള്ളിയാഴ്ച ആണെങ്കിൽ ഉച്ചയ്ക്ക് 1:30 ടു വൈകിട്ട് 7 മണി വരെ. ബാക്കിയുള്ള ദിവസങ്ങളിൽ മോർണിംഗ് 9 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെയാണ് ഇതിൻ്റെ ടൈമിങ്. സാധാരണ ഇവിടെ ഖത്തർ ID ഉള്ള ആൾക്കാർക്ക് ഫ്രീ ആണ് ഓൾറെഡി. പിന്നെ ടൂറിസ്റ്റ് വിസയിൽ വരുന്ന ആൾക്കാർക്ക് മിനിമം 50 അതിന് ചാർജ് വരുന്നത്. ഡിസർട്ട് റോസിനെ കുറിച്ച് നമുക്ക് വീഡിയോയുടെ അവസാനം തന്നെ പറയാം. അത് ശരിക്കും നമുക്കത് കാണിക്കുകയും ചെയ്യാം, ഡിസർട്ട് റോസ് എന്തെന്ന് വെച്ചാൽ. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഒരു അറബി ഡ്രസ്സ് ഇട്ടിട്ടൊരു പ്രതിമേനെ കാണാം ഉണ്ടാക്കി വെച്ചിരുന്നത്. അതിനെ ലൈബ് എന്നാണ് പറയുക. കാരണം 2022 ഫിഫ വേൾഡ് കപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നമാണത്. സൂപ്പർ സ്കില്ലഡ് പ്ലെയർ എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അവിടുന്ന് കുറച്ചും കൂടി മാറിക്കഴിഞ്ഞെങ്കിൽ ബത്തൂല കാണാം. അറബി സ്ത്രീകൾ മുഖം മറയ്ക്കുന്നതിന് മുമ്പ് കാലങ്ങളിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ് ബത്തൂല. അത് വലിയ രൂപത്തിൽ സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. പിന്നെ അവിടെ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞെങ്കിൽ മ്യൂസിയത്തിൻ്റെ അകത്തേക്ക് നമുക്ക് കടക്കാം. ശരിക്കും അവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ട് സൈഡിലും സ്ക്രീനുകൾ വെച്ചിട്ടുണ്ട്. 3D സ്ക്രീനുകളാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ശരിക്കും 2 സൈഡിലുണ്ട് സ്ക്രീൻ എന്ന് വെച്ചാൽ നമ്മളവിടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ വേറെ ഏതൊരു ലോകത്തെത്തിയ പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവുക. പിന്നെ ഒരു മുതലാടെ സ്കെൽറ്റൺ അവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കടലിൽ തന്നെ പഴുപ്പുച്ചലുണ്ടാവും. അതേപോലെ ചെറിയ ചെറിയ ശംഖുകളെ സ്കെൽറ്റൺ അതൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും വീഡിയോയിൽ കറക്റ്റായിട്ട്. ഇതിനപ്പുറത്തും ഇപ്പുറത്തും സ്ക്രീനുകളാണ്, ശരിക്കും വലിയ 3D സ്ക്രീനുകളാണ്. അതേപോലെ തന്നെ ഒരു ഒട്ടക പക്ഷീനെയും കാട്ടുപൂച്ചേനെയും സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കടലിലുള്ള സ്രാവുകൾ, വലിയ വലിയ മീനുകൾ, അതിനൊക്കെ സ്റ്റഫ് ചെയ്തിട്ട് ഇങ്ങനെ തൂക്കി ഇട്ടേക്കുന്നതാണ്. പിന്നെ നിങ്ങൾ കാണാം, ചില്ലുകൂടത്തിൽ കാണാം, നീരാളിയിലും കാണാം. അതേപോലെ തന്നെ കടലിൻ്റെ വലിയ വലിയ മീനുകൾ, ചെറിയ മീനുകൾ, ഇതിനൊക്കെ ഇങ്ങനെ അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് അതിനുള്ളിൽ. പിന്നെ കടലാമാന കാണാം. പിന്നെ സ്കിഡിനെ കാണാം. അതായത് നമ്മുടെ നാട്ടിലെ കൂന്തലിൻ്റെ വലിപ്പമുള്ളതാണ് സ്കിഡ്. പിന്നെ തെരണ്ടീനെ കാണാം. പിന്നെ ദുഗോങ് കടൽ പശു, അതിനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞെങ്കിൽ ഖത്തറിൽ വന്നുകൊണ്ടിരിക്കുന്ന ദേശാടന പക്ഷിയായ ഫ്ലെമിംഗോനെ കാണാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കാണുന്ന കുറേ ഖത്തറിലുള്ള നിലവിൽ മരുഭൂമിയിലൊക്കെ ജീവിച്ചിരിക്കുന്ന പല പല പക്ഷികൾ നിങ്ങൾക്ക് അതിൽ സ്റ്റെഫ് ചെയ്ത് വെച്ചേർന്ന് കാണാം. പിന്നെ മരുഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പലതരം ഇഴജന്തുക്കളെ കാണാം. തേളിനെ കാണാം. ഇതാണ് സാൻഡ് ഫിഷ് എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ അടിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മീനാണ്. പിന്നെ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ മൂങ്ങേനെ കാണാം, ഫാൽക്കനെ കാണാം. ഫാൽക്കൻ എന്ന് വെച്ചാൽ ഖത്തറിൻ്റെ ദേശീയ പക്ഷിയാണ്. പിന്നെ അവിടെ നിന്ന് മാറുന്തോറും ഖത്തറിലുള്ള പലതരം പക്ഷികളെ കാണാം. കുറുക്കന്മാരെ കാണാം, കാട്ടുപൂച്ചേനെ കാണാം, ചെറിയ ചെറിയ എലികൾ കാണാം, മുതലുണ്ട്, മുയലുകളുണ്ട്. പിന്നെ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹണി ബാഡ്ജർ കാണാം. ഹണി ബാഡ്ജർ തറക്കരടി എന്നാണ് നമ്മൾ പറയുക. ലേസർ ജെർബോവ എന്നൊരു തരം എലിയാണ്. എലി എന്ന് വെച്ചാൽ കങ്കാരു റാറ്റ് എന്നും പറയും. ഇതിൻ്റെ ബാക്കിലെ കാലുകൾക്ക് നീട്ടം കൂടുതലായതുകൊണ്ട് ചാടി ചാടി അവിടേക്കും പോകും. സാധാരണ എലി പോലെയല്ല, നല്ല എലി വർഗ്ഗത്തിൽ പെടുന്നതാണ്. ഇത് മരുഭൂമിയിൽ തവളയാണ്. ഇതേപോലെ തന്നെ ഇത് ഹെഡ്ജോഗാണ്, മുള്ളംപന്നി. മരുഭൂമിയിലെ മുള്ളംപന്നിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നാട്ടിലെ മുള്ളംപന്നിനേക്കാളും ഭയങ്കര വലിപ്പം കുറവായിരിക്കുള്ളൂ. അത് രൂപീകരിച്ച് വെച്ചേക്കുന്നുണ്ട്. ചെറിയ കാടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതൊക്കെ ഇങ്ങനെ ഓരോന്നുണ്ടാക്കി എടുത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ മാനുകളെ കാണാം. പിന്നെ ഖത്തറിൻ്റെ ദേശീയ മൃഗമായ ഒറിക്സിനെ കാണാം. അത് ഒരു തരം മാനാണ്. മുഖത്ത് വലിയ പുള്ളിയുള്ളതും അതുപോലെ വലിയ കൊമ്പുള്ളതും ഒരു തരം മാനാണത്. അതാണ് ഖത്തർ എയർവേസിൻ്റെ ഫ്ലൈറ്റ് വെക്കേണ്ട എംബ്ലം.
ഖത്തർ എയർവേസ് എന്ന് വെച്ചാൽ 1993 രൂപീകരിച്ചേക്കുന്നത്. ഇതിൻ്റെ ഒരു പടമാണ് ആ ഫ്ലൈറ്റിൽ അവർ എംപ്ലോയായിട്ട് വെച്ചേക്കുന്നത്. പിന്നെ മരുഭൂമിയിലെ പാമ്പുകളൊക്കെ അവർ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മരുഭൂമിയിൽ ഒട്ടുമിക്ക പാമ്പുകൾക്കും വിഷം കൂടുതലായിരിക്കും. ഓരോ പാമ്പിൻ്റെ വിഭാഗത്തെ അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അതിൽ സെറൻറ്റസ് വൈപ്പർ ഒരു തരം അണലി വിഭാഗത്തിൽപ്പെട്ടതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുന്ന പാമ്പ്. അത് അതിന് കൊമ്പുള്ള അണലി എന്നാണ് അതിനെ പറയുന്നത്. പിന്നെ ശംഖുകളൊക്കെ നിർമ്മിച്ച് വെച്ചേക്കുന്നതാണ്. അത് ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. പിന്നെ 2400 വർഷം പഴക്കമുള്ളൊരു ജാറാണ്. ജാറെന്ന് വെച്ചാൽ കുട പല സ്ഥലങ്ങളിലൊക്കെ പൊട്ടിയിട്ടുണ്ടത്. പക്ഷേ 2400 വർഷം പഴക്കമുണ്ട് അതിന്. പിന്നെ കുറേ ജാറുകളെയും പാത്രങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിയ ഭാഗങ്ങളൊക്കെ അവിടെ ഗ്ലാസ്സിനുള്ളിൽ അവർ കറക്റ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് പലതരത്തിലുള്ള പങ്കായങ്ങളാണ്. മുമ്പത്തെ ഖത്തറികൾ എന്ന് പറയുമ്പോൾ മീൻപിടുത്തവും ബോട്ട് നിർമ്മാണമൊക്കെ ആയിട്ടാണ് അവർ ജീവിച്ചിരുന്നത്. അപ്പം അന്ന് ഉപയോഗിച്ചിരുന്ന പങ്കായങ്ങളാണ്. അതുപോലെ തന്നെ ഇത് വെള്ളം സൂക്ഷിക്കാനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന തുകൽ സഞ്ചികളാണ്. പണ്ടത്തെ ഖത്തറുകൾക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളാണ് ഇവിടെ വച്ചിരിക്കുന്നത്. പണ്ടത്തെ അറബ് സ്ത്രീകളും പുരുഷന്മാരും ധരിച്ചിരുന്ന വിവിധ ഇനം വസ്ത്രങ്ങളാണ് ഇവിടെ സ്റ്റഫ് ചെയ്ത് വച്ചേക്കുന്നവരൊക്കെ. പല രൂപത്തിലുള്ള പല കളറിലുള്ള വസ്ത്രങ്ങളാണ് ഇതെല്ലാം. ഇതൊരു 3D സ്ക്രീനാണ്. നമുക്കിത് പണ്ടത്തെ ഖത്തറികളുടെ ഒരു ജീവിതം കാണിക്കുന്ന ഒരു വീഡിയോസാണിത്. നിങ്ങൾക്കതിൽ ഫാൽക്കന കാണാം. അവരെ ദേശീയ പക്ഷിയാണ്. ഒരു ടെൻറ്റ് കെട്ടിയിട്ട് എല്ലാവരും ജീവിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് അവരെ മെയിൻ ജീവിതമാർഗം വേട്ടയാടി പിടിക്കലും അതേപോലെ തന്നെ ബോട്ട് നിർമ്മാണം, കടലിൽ നിന്ന് മുത്തുവാര, ഇതൊക്കെയായിരുന്നു. പിന്നെ ആടിനെ വളർത്തുക, ഇതൊക്കെയാണ് അവരെ വരുമാന മാർഗം. ഇതാണെന്ന് ഒരു ടെൻറ്റ്, അവർ ടെൻറ്റ് കെട്ടിയിട്ട് താമസിച്ചുകൊണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതാണ് ടെൻറ്റ്. ഈ ടെൻറ്റിൻ്റെ മാതൃകയിലാണ് ഖത്തറിലൊരു സ്റ്റേഡിയം നിർമ്മിച്ചിട്ടുണ്ട്. അൽബൈത്ത് സ്റ്റേഡിയം എന്നാണ്. അൽബൈത്ത് എന്ന് വെച്ചാൽ വീട് എന്ന് തന്നെയാണ് അർത്ഥം. 2022 ഫിഫ വേൾഡ് കപ്പിൻ്റെ ഉദ്ഘാടന മത്സരം നടന്നത് അൽബൈത്തിൽ വെച്ചിട്ടായിരുന്നു. ഖത്തറും ഇക്വഡോറും തമ്മിലായിരുന്നു മത്സരം. ഇത് ടെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിർമ്മിക്കുന്ന തുണിയാണ്. ആടിൻ്റെയും ഒട്ടകത്തിൻ്റെ രോമത്തിൽ നിന്നാണ് ആ തുണി ഉണ്ടാക്കുന്നത്. ഇതൊരു ബത്തൂല ഇട്ടുകൊണ്ടൊരു സ്ത്രീ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു സ്ത്രീകൾ മുഖത്ത് ധരിക്കുന്ന ഒരു ബത്തൂല കുറിച്ച് മുമ്പ് സംസാരിച്ചിരുന്നു. അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ തന്നെ ഈ തുണികൾ വെച്ചിട്ട് അലങ്കരിച്ചേക്കുന്നതാണ്. അവിടെ ആളുകൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ വേണ്ടി നിൽക്കുന്നുണ്ട്. ഇവിടെ വച്ചിരിക്കുന്നത് മരം മുറിക്കാനും അതേപോലെ തന്നെ കോടാലി അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വച്ചിരിക്കുന്നത്. പണ്ട് ഇവർ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളാണ് ഇതെല്ലാനും. ഈ ഡ്രസ്സ് പേൾ ഡൈവിങ്ങിന് വേണ്ടി പോകുന്ന ആൾക്കാർ ഉപയോഗിക്കുന്ന ഡ്രസ്സാണത്. അവർ കഴുത്തിന് താഴോട്ടൊരു സഞ്ചിയുണ്ട്. അതിലേക്കാണ് അവർ പേള് കളക്ട് ചെയ്തിട്ട് സേവ് ചെയ്യുക. അവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞെങ്കിൽ ഒരു കപ്പൽ നിർമ്മിച്ച് വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഖത്തറികളുടെ ഉന്നത്തൊരു വരുമാനം കൂടിയാണ് കപ്പൽ നിർമ്മാണം, ബോട്ട് നിർമ്മാണം എല്ലാവരും. അതിൻ്റെ ബാക്കിൽ സ്ക്രീനിങ്ങിൽ നിങ്ങൾക്ക് കാണാം. അത് കറക്റ്റായിട്ട് അവർ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ പിക്ചേഴ്സൊക്കെ അവർ കാണിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് പേളുകളാണ്. ഓയിസ്റ്ററിനുള്ളിൽ നിന്ന് കിട്ടുന്ന പേളുകളാണ്. ആ പേളുകൾ ശേഖരിച്ച് വച്ചിരിക്കുന്നതാണ്. പണ്ടത്തെ ഖത്തറികളെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിലൊന്നാണ് പേള് കളക്ട് ചെയ്യലും അത് വിൽക്കുന്നതും. അത് അവരുടെ മെയിൻ ബിസിനസ്സായിരുന്നു. ആ പേള് കളക്ട് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടി മുമ്പിലോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇത് സ്ക്രീനിങ് ആണ്. ഒറ്റ രൂപത്തിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീനിങ് ഒന്നും തോന്നില്ല. ആ രൂപത്തിലാണ് അവർ അലങ്കരിച്ചിരിക്കുന്നത്. അതിൻ്റെ കളർ മാറിക്കൊണ്ടിരിക്കും. ഈ മെഷീനുകളെല്ലാം 1940 ദൂക്കാനിൽ ഓയിൽ ഫീൽഡിന് യൂസ് ചെയ്ത മെഷീനുകളാണ് ഇതെല്ലാനും. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ വച്ചിരിക്കുകയാണ്. ഒരുപാട് മെഷീൻസ് ഉണ്ട് ഇവിടെ. അവിടെ നിന്ന് കുറച്ചുകൂടി മാറിക്കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീനിങ് പല ലൈറ്റ് മാറുന്നത് കാണാം. പിന്നെ ഇവിടെ പണ്ട് ഖത്തറിൽ ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും ഇങ്ങനെ സ്റ്റഫ് ചെയ്തിട്ട് വെച്ചിട്ട് കാണാം. പണ്ടത്തെ അമീർ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളാണ്, ആൾക്ക് കിട്ടിയ ഉപഹാരങ്ങളാണ്. അതൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട്. മുമ്പത്തെ അമീർമാർക്ക് ലഭിച്ച പല ഉപഹാരങ്ങളും ഇവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓരോരുത്തരായിട്ട് മാറ്റി മാറ്റി വച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീനിങ് കാണാം. അതിൽ ഖത്തറിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് മാറ്റി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇയർ സഹിതം വയ്ക്കുന്നുണ്ട്. മുമ്പത്തെ അമീർ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ഡ്രസ്സാണ്. പോലീസിൻ്റെയും ഡ്രസ്സ്, അതിൻ്റെ തൊപ്പികളാണ്. ഈ ഫോട്ടോ ഖത്തറിനെ ഉപരോധിച്ച സമയത്ത്
ഖത്തറിൽ വൈറലായ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയുടെ ഒരു ഫോട്ടോ ആണ്. അത് വരച്ചത് അഹമ്മദ് ബിൻ മാജിദ് എന്ന ഒരാളാണ്. ഇത് വളരെ പ്രശസ്തമായതാണ് ഈ പിക്ചർ. ഖത്തർ അമീറിൻ്റെ പിക്ചർ വളരെ പ്രശസ്തമായിരുന്നു. അവിടുന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഷോപ്പാണ്. ഷോപ്പിൻ്റെ ആർക്കിടെക്ചർ കാണാൻ ഭയങ്കര ഭംഗിയാണ്. മണലുകൾ കൊണ്ട് ഉണ്ടാക്കിയ പോലെയാണ് നമുക്ക് തോന്നാം. കളിമണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ പോലെയാണ് നമുക്ക് അതിൻ്റെ രൂപം മനസ്സിലാവുന്നത്. ഇതാണ് ശരിക്കും ഡിസർട്ട് റോസ് എന്നറിയപ്പെടുന്ന ആ കല്ല്. ഇതിൻ്റെ പല രൂപത്തിലുണ്ട്, പല വലിപ്പത്തിലുള്ള സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനൊക്കെ പല രൂപത്തിലുള്ള പ്രൈസുകളാണ്. ഏറ്റവും ചെറുതിന് തന്നെ ഒരു 30 റിയാൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണേ. ഏകദേശം നാട്ടിൽ 670 രൂപ വരും സ്റ്റാർട്ടിങ് പ്രൈസ് തന്നെ. പല രൂപത്തിലുള്ള കല്ലുകളുണ്ട്, 100-ൻ്റെ ഉണ്ട്, 80-ൻ്റെ ഉണ്ട്. പല രൂപത്തിലുള്ള കല്ലുകൾ അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം നോക്കി ശരിക്കും ഒരു മൺകൂനയിൽ അകപ്പെട്ട പോലെ നമുക്ക് ഫീൽ ചെയ്യും. നല്ല രൂപത്തിലാണ്, നല്ല മുകളിലേക്ക് അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെല്ലാവരും ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് പുറത്തേക്ക് പോകാറ്. ഡിസർട്ട് റോസൊക്കെ എല്ലാവരും കളക്ട് ചെയ്യാറുണ്ട്. പല രൂപത്തിലുള്ള ഡിസർട്ട് റോസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല വലിപ്പത്തിലും പല രൂപത്തിലും ഇത് ഉണ്ടാവും. ഇതൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ മ്യൂസിയത്തിൻ്റെ മുകൾ ഭാഗത്ത് പോയിരിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് ഖത്തറിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു പാലസാണ്. 1906 അബ്ദുള്ള ബിൻ ജാസിം അൽ താനി ഉണ്ടാക്കിയ ഒരു പാലസാണ്. അത് റീകൺസിലേറ്റ് ചെയ്ത് വച്ചേക്കുന്നതാണ് മൊത്തത്തിൽ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ മ്യൂസിയത്തിൻ്റെ മുകൾ ഭാഗം കാണാൻ പറ്റും. അവിടുന്ന് കുറച്ചും കൂടി മാറിക്കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് കാണാം 974 സ്റ്റേഡിയം കാണാൻ പറ്റും. ഇത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം മഗ്‌രിബിൻ്റെ സമയമായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇരുട്ട് മൂടിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് അടിയിലോട്ട് ഇറങ്ങിയിട്ട് മ്യൂസിയത്തിൻ്റെ സൈഡിൽ കൂടെ നടക്കുകയാണ്. മലയാളികൾ ഈ മ്യൂസിയത്തിൻ്റെ പപ്പടം മ്യൂസിയം എന്ന് പേരിട്ടിട്ടുണ്ട്. മലയാളികൾ എവിടെ ചെന്നാലും പല പേരുകൾ, പല സാധനങ്ങൾക്ക് നമ്മൾ ഇടാൻ നമ്മൾ പുലികളാണ് എന്തായാലും. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു പായക്കപ്പൽ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് നമുക്ക് വേണം. നമ്മളെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും, ബൈ.